കേരള ഹൗസിൽ ജനറേറ്റർ തകരാറിലായതിനെ തുടർന്ന് 4.5 മണിക്കൂറോളം വൈദ്യുതി സ്തംഭിച്ചു. വൈദ്യുതി ഇല്ലാതായതോടെ വിവിധ ഓഫീസുകളുടെയും പ്രവർത്തനം നിലച്ചു. ജനറേറ്റർ നന്നാക്കാൻ ശ്രമിക്കുന്നതിനിടെ വൈദ്യുതി ആഘാതമേറ്റ അസിസ്റ്റന്റ് എഞ്ചിനീയർ ദില്ലി RML ആശുപത്രിയിൽ ചികിത്സയിലാണ്. മന്ത്രി KM ഷാജിയും കേരള ഹൗസിലുണ്ടായിരുന്നു. രാവിലെ 11 മണിയോടെയാണ് കേരള ഹൗസിലെ ജനറേറ്റർ തകരാറിൽ ആയത്. നന്നാക്കാൻ ശ്രമിക്കുന്നതിനിടെ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് വൈദ്യുതാഘാതമേറ്റു. അദ്ദേഹത്തെ ഉടൻ തന്നെ RML ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മെയിൻ വൈദ്യുതി വരുന്ന പാനലും കത്തിപ്പോയതിനാൽ 4.5 മണിക്കൂറോളമാണ് കേരള ഹൗസിലെ മുഴുവൻ പ്രവർത്തനവും അവതാളത്തിലായത്. മന്ത്രി KM ഷാജിയും കേരള ഹൗസിലുണ്ടായിരുന്നു. ജനറേറ്റർ റൂം സന്ദർശിച്ച മന്ത്രി ജനറേറ്റർ റൂം സ്ഫോടനം നടന്ന പോലെയാണ് കാണപ്പെട്ടതെന്നും മുഖ്യമന്ത്രി വിളിച്ചെന്നും ഇടപെടൽ നടത്തുന്നുണ്ടെന്നും പറഞ്ഞു. ആ സ്ഥലം ടോട്ടലി ഒരു ബ്ലാസ്റ്റ് ചെയ്ത മാതിരിയാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു ഡിപ്പോ വന്ന് നോക്കുമ്പോൾ അവരുടെ പ്രോബ്ലം അല്ല, നമ്മൾ തന്നെ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു നോക്കുന്നുണ്ട് അവർ. CM വിളിച്ചു അല്ലേ? ആ CM ഇപ്പോൾ വിളിക്കുന്നത്. ഞാൻ CM വിളിച്ചിരുന്നു. CM ഇപ്പോൾ അവരെ വിളിച്ചിട്ട് വേണ്ട ചെയ്യാമെന്നാണ്. ഉച്ചയ്ക്ക് 1:40 കേരള ഹൗസിലെ കോൺഫറൻസ് ഹാളിൽ നടത്താനിരുന്ന മന്ത്രിയുടെ മീറ്റ് ദ പ്രസ് പരിപാടി വൈദ്യുതി തകരാറിനെ തുടർന്ന് 2:30 കൊച്ചിൻ ഹൗസിന് മുന്നിലുള്ള ലോണിലാണ് നടത്തിയത്. PRD ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ പ്രവർത്തനവും 4 മണിക്കൂറിലേറെ സ്തംഭിച്ചു. പൊതുജനങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്ന സമൃദ്ധി ക്യാൻറ്റീൻ്റെ ഉൾപ്പെടെ പ്രവർത്തനവും അവതാളത്തിലായിരുന്നു. കമ്പ്യൂട്ടർ പ്രവർത്തനരഹിതമായതോടെ ബില്ലുകൾ എഴുതി നൽകിയാണ് ആളുകൾക്ക് ഭക്ഷണം നൽകിയത്. പ്രധാനപ്പെട്ട ഓഫീസുകളുടെ അടക്കം പ്രവർത്തനം നിലച്ചതോടെ വിഷയത്തിൽ ഉടൻ അന്വേഷണം ഉണ്ടായേക്കും. കൈരളി ന്യൂസ്, ദില്ലി.